നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള മഹനീയതയും നഷ്ടപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സർവേ ഫലങ്ങൾക്ക് എന്ത് പ്രസക്തി എന്ന് ജനങ്ങൾ ചോദിക്കും. കാരണം സർവേകൾ നടത്തുന്നത് കൃത്യമായിട്ടും നിഷ്പക്ഷതയോടെ അല്ല. അത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള കള്ളക്കളിയുടെ പശ്ചാത്തലത്തിലാണ്. ജനകീയ സർവേകൾ പലതും തെറ്റിപ്പോകുന്നു. ബീഹാറിൽ നടന്ന സർവേയോ അതല്ലെങ്കിൽ ഹരിയാനയിൽ നടന്ന സർവേയോ മഹാരാഷ്ട്രയിൽ നടന്ന സർവേയോ ഒന്നും കൃത്യമായി ഗ്രൗണ്ട് റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയുള്ള സർവേകളല്ല എന്ന് പല രീതിയിൽ പറയപ്പെടുന്ന സാഹചര്യമുണ്ടായി. കാരണം യഥാർത്ഥ സർവേ എന്ത് എന്നതിൻ്റെ കാമ്പ് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് ഈ രാജ്യം പരിണമിച്ചു കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന പ്രക്രിയ തന്നെ ഈ രാജ്യത്ത് നിശ്ചലമാകണം, അല്ലെങ്കിൽ ഈ രാജ്യത്ത് അതിൻ്റെ ആവശ്യമില്ല എന്ന് മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള രാജ്യസഭാ MP കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ എടുത്തു പറയുന്നത് എന്തെന്നാൽ, സർവേകളുടെ പ്രാധാന്യം ഈ രാജ്യത്ത് എല്ലാ തരത്തിലും നിർത്തലാക്കേണ്ട ആവശ്യകതയാണ്. ഈ രാജ്യത്ത് സർവേകൾ കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള ഏജൻസികളാണ്, ആ ഏജൻസികളുടെ പിന്നിലെ കള്ളക്കളി എന്താണെന്ന് ഇത്രയും നാളും BJP പാനലിൻ്റെ കൂടെ നിന്ന് അതിനുശേഷം BJPയുടെ അന്തകനായി മാറിക്കൊണ്ടിരിക്കുന്ന അർണബ് ഗോസ്വാമിയുടെ അന്തിച്ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ വളരെ കൂർത്ത വാക്കുകളിൽ സ്ഫുരിക്കുകയാണ്. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ സർവേകൾ നടത്തുന്നത് ഏതൊക്കെ ഏജൻസിയാണ്, അതിനു വേണ്ടിയുള്ള ഫണ്ടിങ് എങ്ങനെയാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇലക്ഷന് വേണ്ടി ജനങ്ങളിലേക്ക് ഫണ്ട് ഇറക്കുന്നത് മാത്രമല്ല BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള ജനകീയ ആസൂത്രണ പദ്ധതികളുടെ തുക വകമാറ്റി ചെലവാക്കി അതൊക്കെ BJPയുടെ ഇലക്ഷൻ മാനേജ്മെൻറ്റ് പെട്ടിയിലേക്ക്, ആ ഖജനാവിലേക്ക് കുന്നുകൂടി വരുന്ന സാഹചര്യമാണ് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടും സുപ്രീം കോടതിയെയും മറ്റ് കോടതി വ്യവഹാര നടപടികളെയും കൊഞ്ഞനം കുത്തുന്ന അവരെയൊക്കെ അപ്പാടെ പരിഹസിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് BJPക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംഘപരിവാറിൻ്റെ അജണ്ടയുടെ ഭാഗമാണ്. അർണബ് ഗോസ്വാമിയും അതുപോലെ കപിൽ സിബലും ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അർണബ് ഗോസ്വാമി മുൻകാലങ്ങളിൽ അദ്ദേഹം ടൈംസ് നൗവിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായി സംഘപരിവാറിൻ്റെ പോക്കറ്റിലല്ലായിരുന്നപ്പോൾ, സംഘപരിവാറിൻ്റെ കൈകളിലേക്ക് എത്തപ്പെടാതിരുന്ന സമയത്തൊക്കെ അദ്ദേഹം വളരെ വ്യക്തമായ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. അതിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണോ എന്ന് തോന്നിപ്പിക്കുമാറ് രീതികളിലേക്കാണ് ഈ സർവേകളുടെ പിന്നിലെ കള്ളക്കളിയും ഇതിനു വേണ്ടി BJP ചെലവാക്കുന്നത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടിങ്ങുമാണെന്ന യാഥാർത്ഥ്യം തെളിവ് സഹിതം തൻ്റെ ഔദ്യോഗിക ചാനലിലൂടെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്.